മീനം രാശി അവരുടെ സ്വപ്നങ്ങളുടെയും ആത്മീയതയുടെയും ആഴങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാശിചക്രത്തിലെ ഏറ്റവും അവസാനത്തെ രാശി, എന്നാൽ ആത്മീയ യാത്രയുടെ ആരംഭ രാശി, സ്നേഹവും കരുണയും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു അത്ഭുത ലോകം. ഇന്ന് നാം അറിയാൻ പോകുന്നത് അതീവ സങ്കീർണതകൾ നിറഞ്ഞതും അതേസമയം അതിമനോഹരവുമായിട്ടുള്ള ഒരു രാശിയെക്കുറിച്ചാണ്. അതാണ് മീനൻ രാശി, പിസസ്. ഒരേ സമയം രണ്ട് ദിശകളിലേക്ക് നീന്തുന്ന രണ്ട് മത്സ്യങ്ങൾ ചിഹ്നമായി വരുന്ന രാശി. ഭൗതിക ജീവിതവും ആത്മീയ ലോകവും തമ്മിൽ പെട്ടുപോകുന്ന മനസ്സ്, കരുണയും ദൗർബല്യവും ഒരുമിച്ചുള്ള മനസ്സ്, വ്യക്തിത്വം, ഇവയെല്ലാം ചേർന്നതാണ് മീനൻ രാശിയുടെ അതുല്യ ലോകം. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ ഈ വീഡിയോയിലുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ മീനൻ രാശിയിലായിട്ടുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. മീനം രാശി, പിസസ്. രാശിചക്രത്തിൽ അവസാനത്തെ രാശിയാണ് എന്ന് പറഞ്ഞു. രാശിചക്രത്തിലെ 330 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള സമയത്താണ് മീനം രാശി ഉദിക്കുന്നത്. രാശിചക്രത്തിലെ 12ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള രാശി, അതാണ് മീനൻ രാശി. ഇത് മത്സ്യങ്ങളുടെ രാശിയാണ്. ഈ രാശിയുടെ കാലപരിധി ഫെബ്രുവരി 19 മുതൽ മാർച്ച് 21 വരെയാണ്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 21 വരെയാണ് മീനൻ രാശി ഉദിക്കുന്നത്. അതായത് ഈ ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ് മീനൻ രാശിക്കാർ. ഇത് ദ്വന്ദ്വ സ്വഭാവമുള്ള രാശിയാണ്. ഒരേ സമയം എതിർ ദിശകളിലേക്കുള്ള വലിവ് അനുഭവിക്കുന്ന രാശി. രണ്ട് മത്സ്യങ്ങൾ വിപരീത ദിശയിലേക്ക് നീന്തുന്നത് പോലെ മീനൻ രാശിക്കാർക്കും അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടാകും. കാലപുരുഷന്റെ അവയവകൽപ്പനയിൽ ഈ രാശി സൂചിപ്പിക്കുന്നത് പാദങ്ങളെയാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ള ആഴങ്ങളെയും ഗൂഢശാസ്ത്ര സ്വഭാവങ്ങളെയും ആത്മീയതയെയും ഒക്കെ ഈ രാശി സൂചിപ്പിക്കുന്നു. ഈ രാശിയുടെ അധിപൻ നെപ്റ്റ്യൂൺ ആണ്. രത്നം അക്വാമറൈനാണ്. ജോൺ ക്വിൽ എന്ന പുഷ്പമാണ് ഈ രാശിയുടെ പുഷ്പം. മീനൻ രാശി പഴയതും പുതിയതും തമ്മിലുള്ള സംഘർഷ രാശിയാണ്. പോയ വർഷത്തിന്റെ അവസാനവും പുതിയ വർഷത്തിന്റെ തുടക്കവും ഇരുവരുടെയും പ്രതീകമാണ് മീനം. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ പലപ്പോഴും പഴയ കാര്യങ്ങളുടെ ഓർമ്മയിലും പുതിയ പ്രതീക്ഷകളിലും ഒരുപോലെ ജീവിക്കുന്നു. ഒളിച്ചു വെച്ചതും തുറന്നു വെച്ചതുമായിട്ടുള്ള വികാരങ്ങൾ ഒരേ സമയത്ത്, ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യവും ആത്മീയ സത്യവും ഒന്നിച്ച്, ഇവയുടെ ഇടയിൽ പലപ്പോഴും പരസ്പരം വലിക്കപ്പെടുന്നു. മനസ്സ് എന്നത് ഒരു സമുദ്രം, അതിൽ തിരമാലകൾ പോലെ ഉയരുന്ന സ്വപ്നങ്ങൾ. മീനൻ രാശിയുടെ മികച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പിസസ് രാശിയുടെ പോസിറ്റീവ് ട്രേറ്റ്സ്. നിയതമായിട്ടുള്ള തലത്തിൽ പറഞ്ഞാൽ ഈ രാശിക്കാർ സ്നേഹമുള്ളവരാണ്, ദയയുള്ളവരാണ്, എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. ഇവർ എല്ലാവർക്കും സഹായഹസ്തം നൽകുന്നവരാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹായിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മനസ്സിൽ ഇവർ വിദ്വേഷം സൂക്ഷിക്കാറില്ല. ശക്തമായ പ്രതികരണങ്ങളില്ലെങ്കിലും ഇവർ വളരെ വിശ്വസനീയരാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന അത്യപൂർവ മനസ്സുള്ളവരാണ് മീനൻ രാശിക്കാർ. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് പുണ്യം, ഉപദ്രവിക്കുന്നത് പാപമാണ് എന്ന ചിന്തയുള്ളവർ. പരോപകാരായ പുണ്യായ, പാപായ പരപീഡനം എന്ന തത്വത്തെ ഗ്രഹിക്കുന്നവർ. ഈ ശ്ലോകത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവർ. ഇനി മീനം പിസസ് രാശിയുടെ നെഗറ്റീവ് ട്രേറ്റ്സ് അഥവാ നിഷേധാത്മക സ്വഭാവങ്ങൾ ഒന്ന് പരിശോധിക്കാം. നിഷേധാത്മക തലത്തിൽ ചിന്തിച്ചാൽ ഇവർ ദുർബല മനസ്കരാകാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവരുടെ മനസ്സിനെ എളുപ്പത്തിൽ സ്വാധീനിച്ചേക്കാം. സ്വന്തം നിലപാടുകൾ ഉറപ്പിക്കാൻ ചിലപ്പോഴൊക്കെ ഇവർ ബുദ്ധിമുട്ടും. വേഷഭൂഷകൾ മുതൽ പ്രവർത്തനങ്ങൾ വരെ മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന സാഹചര്യം ചിലപ്പോഴെങ്കിലും ഉടലെടുക്കും. സ്വന്തം വികാരങ്ങളെയും കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ പലപ്പോഴും ഇവർ പാടുപെടും. എന്നാൽ രണ്ടു തരത്തിൽ ചിന്തിച്ചാലും ഈ രാശിക്കാർ ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടുന്നവരാണ്. പരിസ്ഥിതിക്കനുസരിച്ച് ഇണങ്ങിപ്പോകാനുള്ള അതീവ കഴിവ് ഇവർക്കുണ്ട്. ഇനി മീനൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. സ്ത്രീകളുമായി വളരെ സൗമ്യമായും സന്തോഷം നൽകുന്ന രീതിയിലും പെരുമാറുന്നവരാണ് മീനൻ രാശിയിൽ ജനിച്ച പുരുഷന്മാർ. ഇവർ പ്രശാന്ത ചിത്തരും ആശ്വാസം നൽകുന്നവരുമാണ്. അധാർമികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് താല്പര്യമില്ല. സ്ത്രീകളുടെ ആകർഷണങ്ങളിൽ ഇവർ എളുപ്പം സ്വാധീനിക്കപ്പെടുമെങ്കിലും അടിസ്ഥാനപരമായി കുടുംബജീവിതത്തെ വിലമതിക്കുന്നവരാണ് ഇവർ. ഇവർ കുടുംബകാര്യങ്ങളിൽ വലിയ സഹായങ്ങൾ ചെയ്യുന്നവരല്ല എങ്കിലും ഭാര്യമാർക്ക് വളരെ പ്രിയങ്കരായി മാറും. മറ്റുള്ളവരെ അലട്ടുന്ന സാഹചര്യങ്ങൾ ഇവരെ അത്ര ബാധിക്കാറില്ല. ഇവർ ചിലപ്പോൾ ഒരു സ്വപ്നജീവിയെ പോലെയാണ്. മത്സരങ്ങളും വിവാദങ്ങളും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കലാകാരന്റെ വൈകാരികത്വം ഇവർക്കുണ്ട്. എപ്പോഴും മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. ഇനി മീനൻ രാശിയിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. ഈ
രാശിയിൽപ്പെട്ട വനിതകൾ സചേതനത്വമുള്ളവരും ലോലത്വമുള്ളവരുമാണ്. ഇവർ സൗഹൃദപരരായവരാണ്, ഭൂതദയവുള്ളവരാണ്, പ്രചോദനം നൽകുന്നവരാണ്. ഇവർ വളരെ നല്ല സുഹൃത്തുക്കളാണ്. ഉയർന്ന ചിന്തകളും മൃദുലമായിട്ടുള്ള മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നവരാണ്. മൃദുലമായിട്ടുള്ള വികാരങ്ങളും ഇവർക്കുണ്ട്. കർക്കിടകം, വൃശ്ചികം എന്നീ രാശികളിൽ ജനിച്ച പുരുഷന്മാർ ഇവർക്ക് നല്ല ഭർത്താക്കന്മാരായിരിക്കും. എന്നാൽ ഭർത്താക്കന്മാരിൽ ഇവരിൽ ആത്മവിശ്വാസം വളർത്തേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധയും ഏകാഗ്രതയും വളർത്താൻ ഇവരെ സഹായിക്കുകയും വേണം. ഈ രാശിയിൽ ജനിച്ച വനിതകൾ കലാപരവും സൗന്ദര്യാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ തൽപരരാണ്. രാശിയുടെ ചിഹ്നം പോലെ പലപ്പോഴും ഇവരും വിപരീത ദിശകളിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരേ ദിശയിൽ മുന്നേറാൻ ജീവിത പങ്കാളിയുടെ പിന്തുണ ഇവർക്ക് ആവശ്യമാണ്. ഇവർ വലിയ സൗന്ദര്യ ആരാധകരാണ്, വിശാല മനസ്കരാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഇവർക്ക് യുക്തിപരമായി ചിന്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഉറച്ച നിലപാടുകൾ എടുക്കാൻ പ്രയാസപ്പെട്ടേക്കാം. ഇവർ നിസ്വാർത്ഥമതികളായതിനാൽ അതേ ഗുണങ്ങൾ മറ്റുള്ളവരിലും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത പങ്കാളികളും ഉന്നത ചിന്തകൾ ഉള്ളവരായിരിക്കണം. മീനൻ രാശി സമുദ്രം പോലെ മനസ്സുള്ള രാശി. സ്വപ്നങ്ങളും ആത്മീയതയും കരുണയും ചേർന്ന അത്ഭുത വ്യക്തിത്വം. ഇവർക്ക് ലോകത്തെ മാറ്റാൻ ശക്തമായ ശബ്ദമില്ലായിരിക്കാം, പക്ഷെ ഒരാളുടെ ഹൃദയം സ്നേഹത്തോടെ നിറയ്ക്കാൻ കഴിയുന്ന ശക്തമായ മനസ്സുണ്ടാകും. കരുണ എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി. അത് മീനൻ രാശിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മീനൻ രാശിയെക്കുറിച്ചുള്ള ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിക്കുക. നിങ്ങളുടെ രാശി ഏതാണ് എന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള രാശിഫലങ്ങളും ആത്മീയ വിശകലനങ്ങളും ജ്യോതിഷ രഹസ്യങ്ങളും അറിയാനായി നമ്മുടെ ഋഷിപ്രോക്തം ചാനൽ നിത്യം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ദൈവാനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പരമ്പരകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.